മല്ലിപ്പൊടി, കുരുമുളക് പൊടി. നമ്മളൊരു കുടമ്പുളി എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന കേട്ടോ. ടൊമാറ്റോ ആഡ് ചെയ്യാം. തേങ്ങാപ്പാലാണ്. ഗ്രേവി ഇത്രയും കിട്ടിയാൽ മതി, തിക്നെസ് ഇങ്ങനെ കിട്ടിയാൽ മതി. നമ്മൾ മീനിനകത്ത് ഞാൻ തേച്ച് പിടിപ്പിക്കാനുള്ള കേട്ടോ. നമ്മൾ എടുത്തു വെച്ചേക്കുന്ന മീന് നല്ല ഫ്രൈ ആയിട്ടിരിക്കണ നല്ല കിടിലൻ സാധനം നമ്മൾ അതിൻ്റെ മേളിലേക്ക് വെച്ച് കൊടുക്കും. പൊടികളെല്ലാം വേണമെങ്കിൽ അതിനകത്തേക്ക് ഇടാം. ഇത് വരഞ്ഞേക്കണതിൻ്റെ ഉള്ളിലും തേച്ച് പിടിപ്പിക്കും. ഓക്കെ, മസാലയിൽ ഇങ്ങനെ പൊതിഞ്ഞ് കിടക്കുവാണ് മീനുണ്ട്. നമുക്ക് ജസ്റ്റ് ഈ വാഴവള്ളി തന്നെ കേട്ടോ, ഇതും കൊണ്ടൊന്ന് കെട്ടിക്കൊടുക്കാം. ഇവിടെ ഞാൻ വെച്ച് കൊടുക്കട്ടോ. ഇന്നില്ലേ ഇതിൽ നിന്ന് ഞാൻ ഒരെണ്ണം എടുത്തിട്ട് കുറച്ചും ഗ്രേവിയോട് കൂട്ടി മസാലയൊക്കെ നല്ലപോലെ പിടിച്ചു. കുടംപുള്ളിയുടെ ആ ഫ്ലേവറും മസാലയുടെ ആ ടേസ്റ്റ് എല്ലാം നമ്മളെ മീറ്റ് എടുത്തില്ല, മീറ്റിലേക്ക് ശരിക്കും ഇറങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് എന്തെങ്കിലും ഈ കപ്പയൊക്കെ എടുത്തിട്ട് കപ്പയുടെ കൂടെ കഴിക്കുന്നതല്ല, പൊറോട്ടയുടെ കൂടെയൊക്കെ ഈ ഗ്രേവി കൂട്ടിയിട്ട് കഴിക്കട്ടെ. ഗ്രേവി നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാം.